പുതിയൊരു ലാലിഗ സീസണിൽ തുടക്കമാവുകയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. കഴിഞ്ഞ 2 സീസണുകളിലായി ഒരു കിരീടം പോലും നേടാൻ സാധിക്കാത്ത റയൽ മാഡ്രിഡ് പുതിയ സീസണിന് ഇറങ്ങുന്നത് എല്ലാവിധ തയ്യാറെടുപ്പുകളോടും കൂടിയാണ്. ഹോസെ മൊറീഞ്ഞോയെ ബെനിഫിക്കയിൽ നിന്ന് കോച്ചായിട്ട് കൊണ്ടുവരുന്നു. ഡെൻസിൽ ഡംഫ്രീസ്, കുക്കറയ്യ, ബെർണാഡോ സിൽവ, ഡിയാമാൻഡെ തുടങ്ങിയ താരങ്ങളെ അവർ എത്തിക്കുന്നു. കൊണാറ്റെ തുടങ്ങിയ താരങ്ങളെ എത്തിക്കുന്നു. റോഡ്രിയെ എത്തിക്കുമെന്ന് റൂമറുകളുണ്ട്. അപ്പോൾ എല്ലാ വിധത്തിലും അതായത് കിരീട വരൾച്ചയുടെ ഒരു 2 സീസൺ ഇല്ലാതാക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് റയലിൻ്റെ മുന്നിലുള്ളത്. ഹോസെ മൊറീഞ്ഞോയെ എത്തിക്കുന്നതിൻ്റെ റീസണും അത് തന്നെയാണ്. കാരണം ലാലിഗയിൽ അവരുടെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് അപ്പുറത്ത് നിൽക്കുന്ന ഹാൻസി ഫ്ലിക്കിൻ്റെ FC ബാഴ്സലോണയാണ്. തന്ത്രങ്ങളുടെ ആശനായ ഫ്ലിക്കിനെ നേരിടാൻ തന്ത്രങ്ങളുടെ അധികായനായ ഹോസെ മൊറീഞ്ഞോയെയാണ് റയൽ എത്തിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കിയാൽ അറിയാം, 2010-13 സീസണിൽ ബാഴ്സയുടെ ഒരു പീക്ക് ടൈമിൽ റയൽ മാഡ്രിഡിൻ്റെ കോച്ചായിട്ട് ഹോസെ മൊറീഞ്ഞോ സ്പെയിനിലുണ്ടായിരുന്നു. പെപ് ഗാർഡിയോളയുടെ കീഴിൽ ബാഴ്സ ഒരു വമ്പൻ ശക്തിയായിട്ട്, ഒരു വൻ എഞ്ചിനായിട്ട് മുന്നേറുന്ന സമയത്താണ് മൊറീഞ്ഞോയെ കൊണ്ടുവരുന്നത്. മൊറീഞ്ഞോയ്ക്ക് ആ സീസണിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും, ചാമ്പ്യൻസ് ലീഗിലടക്കം സാധിച്ചില്ലെങ്കിൽ പോലും, ലീഗിൽ ഒരു സീസണിൽ ലീഗ് അടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നീട് മൊറീഞ്ഞോ ഉള്ള 2 സീസണുകളിൽ ബാഴ്സലോണ തന്നെയാണ് ലാ ലീഗ അടിച്ചിരിക്കുന്നത്. ഈ സീസണിൽ നോക്കുമ്പോൾ പുതിയൊരു സീസണിൽ നമ്മൾ തുടങ്ങുകയാണ്. ഒരു ഗലാറ്റിക്കോസ് 3.0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം റയലിലെ കഴിഞ്ഞ സീസണിലെ പടലപ്പടക്കങ്ങളൊക്കെ നമുക്കറിയുന്നതാണ്. ഇപ്പം സാബി അലൻസോ പോയി, ആർബലോവ പോയി, അതിനുശേഷമാണ് മൊറീഞ്ഞോ വരുന്നത്. അപ്പം പുതിയ സീസൺ റയലിന് എങ്ങനെയായിരിക്കും? എല്ലാവരും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഫുട്ബോൾ പ്രേമികൾ ഒന്നാകെ മൊറീഞ്ഞോയുടെ ഒരു 2ാം വരവിനെ, റയലിലേക്കുള്ള വരവിനെ ഏറെ പ്രതീക്ഷയോടെ ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ തന്നെ മൊറീഞ്ഞോ അത് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാലങ്ങളായിട്ട് മൊറീഞ്ഞോ ഏത് ക്ലബ്ബിൽ വന്നാലും തൻ്റെ ഒരു ഇമ്പാക്റ്റ് എപ്പോഴും ആ ക്ലബ്ബിൽ ചാർത്തിയിട്ടാണ് മൊറീഞ്ഞോ പടിയിറങ്ങാറുള്ളത്. എപ്പോഴും നമ്മൾ തുടക്കം മുതൽ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ പോർട്ടോ മുതൽ ഇങ്ങോട്ട് ഒരു യൂറോപ്യൻ ഫുട്ബോളിൽ തൻ്റെ ആധിപത്യം, തൻ്റെ ടാക്റ്റിക്കൽ കയ്യൊപ്പ് ചാർത്തിയിട്ടാണ് മൊറീഞ്ഞോ കാലാകാലങ്ങളായിട്ട് ക്ലബ്ബിൽ നിന്ന് പടിയിറങ്ങാറുള്ളത്. ഇവിടെയും അത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം റയലിൻ്റെ ഒരു പുതിയ സീസൺ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ സീസണുകളായിട്ട് കിരീടങ്ങളില്ല, കിരീട വളർച്ച. നമുക്കറിയാം, റയൽ പോലത്തെ ഒരു ക്ലബ്ബ്, സൂപ്പർ താരനിരകൾ നിരന്തരം വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബിന് കിരീടങ്ങളില്ലാതെ എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്നത് ഒരുപക്ഷെ പ്രസിഡന്റ് പെരസിനെ ചിന്തിപ്പിച്ചിട്ടുണ്ടാകും. അടുത്തിടെയാണ് അദ്ദേഹം വീണ്ടും പ്രസിഡൻ്റായിട്ടൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പം അതിനുശേഷം ആണ് മൊറീഞ്ഞോയെ കൊണ്ടുവരുന്നത്. അത് വലിയൊരു പ്രഖ്യാപനമായിരുന്നു മൊറീഞ്ഞോയെ കൊണ്ടുവരുന്നത്. കാരണം മൊറീഞ്ഞോയെ കൊണ്ടുവരുന്നത് പിന്നിലും അത് തന്നെയാണ്. കാരണം കിരീടം നേടാതെ ക്ലബ്ബിന് മുന്നോട്ട് പോകാനാവില്ല. കൂടുതൽ സൈനിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. കാരണം ഒരു സജ്ജമായൊരു നിരയുമായിട്ടാണ് മൊറീഞ്ഞോയെ റയൽ ടീമിലെത്തിക്കുന്നത്. ഇനി കിരീടമല്ലാതെ മറ്റൊന്നും ലക്ഷ്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൽ ക്ലാസിക്കോ, വൻ പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്നത് എൽ ക്ലാസിക്കോ മത്സരത്തെ. അപ്പോൾ മൊറീഞ്ഞോയുടെ ടാക്ടിക്സ് എങ്ങനെയായിരിക്കും? മൊറീഞ്ഞോ ബാഴ്സയെ നേരിടുക, അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടുക, അങ്ങനെ ലോക ശക്തികളായിട്ട് ഒരിക്കൽ കൂടി ഈ റയലിന് ഉയർത്താൻ സാധിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മൊറീഞ്ഞോ എപ്പോഴും നമുക്കറിയാം, ഒരു സ്പെഷ്യൽ വൺ എന്നാണ് മൊറീഞ്ഞോ എപ്പോൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം അത് തന്നെയാണ്. കാരണം മറ്റ് കോച്ചുകൾ നമ്മൾ പരിശോധിക്കുന്നത് അവരെ പോലെയല്ല. ഒരു ടീമിനെ എങ്ങനെയാണ് സുസജ്ജമാക്കിയത്, ടീമിലുള്ള പ്ലെയേഴ്സിനെ വെച്ചിട്ട് പരമാവധി ആ മാക്സിമം ഇൻപുട്ട് താരങ്ങളിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കോച്ചാണ് മൊറീഞ്ഞോ. അത് നമ്മൾ ആദ്യം മുതൽ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാകും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു പോർട്ടോയിലെ മൊറീഞ്ഞോയുടെ ഒരു വരവ്. കാരണം അതുവരെ യൂറോപ്യൻ ഫുട്ബോൾ അല്ലെങ്കിൽ ലോക ഫുട്ബോൾ തന്നെ അങ്ങനെ ഒരു ടീം യൂറോപ്പിൻ്റെ ഒക്കെ ഏറ്റവും തലപ്പത്തെത്തുന്ന ആരും കരുതിയിരുന്നില്ല. അങ്ങനെ ഒരു അത്രയും തന്ത്രശാലിയായ ഒരു പരിശീലകന് മാത്രമേ അങ്ങനെ പോർട്ടോയെ പോലെ ഒരു ടീമിന് അക്കാലത്ത് ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ സാധിക്കുകയുള്ളൂ. അതൊരു മഹാത്ഭുതമായിട്ട് തന്നെയാണ് ഇപ്പോഴും അതിനെ വിശേഷിപ്പിക്കുന്നത്. 2004 പോർട്ടോയെ മൊറീഞ്ഞോ ചാമ്പ്യന്മാരാക്കുന്നത്. അതിനുശേഷമാണ് ചെൽസി പോർട്ടോയിൽ നിന്ന് മൊറീഞ്ഞോയെ റാഞ്ചുന്നത്. അത് അന്നേരമാണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സ്പെഷ്യൽ വൺ എന്നൊരു പ്രയോഗം, ആദ്യമായിട്ട് മൊറീഞ്ഞോയെ സംബന്ധിച്ചിട്ട് ആ ഒരു പ്രയോഗം വരുന്നത്.
മourinho. കാരണം അത് തന്നെയാണ്. അതായത് മറ്റ് കോച്ചുകളിൽ നിന്ന് വേറിട്ടിട്ട് സ്പെഷ്യലായിട്ട് അദ്ദേഹത്തിന് മാത്രമുള്ള ചില കഴിവുകളുണ്ട്. താരങ്ങളെ വളർത്തിയെടുക്കുന്നതായാലും ടീമിൻ്റെ ടാക്റ്റിക്കലായിട്ടുള്ള അപ്രോച്ചായാലും ഒരു ഡിഫെൻസീവ് ടാക്റ്റിക്കാണ് മിക്കവാറും അദ്ദേഹം ഉപയോഗിക്കുള്ളത്. അതിന് കാരണം മിക്കവാറും എതിരാളികളെ അത് അവരുടെ ആക്രമണങ്ങളെയൊക്കെ വളരെ മനോഹരമായിട്ട് പ്രതിരോധിക്കാൻ അദ്ദേഹത്തിൻ്റെ ടാക്റ്റിക്കൽ അപ്രോച്ചിന് സാധിക്കാറുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സയെ സെമിഫൈനലിൽ ഇന്റർ തോൽപ്പിക്കുന്നതും ആ ഡിഫൻസീവ് ടെക്നിക്കിലാണ്. അതിനുശേഷം നമ്മൾ ഈ ഇന്റർ മിലാനും കഴിഞ്ഞിട്ട് വീണ്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തുന്നുണ്ട്. ആ യുണൈറ്റഡിൽ എത്തിയിട്ടും അദ്ദേഹം യൂറോപ്പ ലീഗ് കിരീടം നേടിക്കൊടുക്കുന്നുണ്ട്. ആ കിരീടം നേടുന്ന ആ സ്ക്വാഡ് നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. കാരണം പ്രതിരോധമൊക്കെ വലൻസിയ, സ്മാളിങ്, ബ്ലിൻഡ് എന്നൊക്കെ തുടങ്ങിയ താരങ്ങളെയൊക്കെയാണ് പ്രതിരോധത്തിലൊക്കെ ഉള്ളത്. അങ്ങനെ ആ ഒരു ടീം വെച്ചിട്ടാണ് അദ്ദേഹം യൂറോപ്പ കിരീടം നേടുന്നത്. അതൊക്കെ അസാധ്യമാണ്. മറ്റൊരു പരിശീലകന് ഒരു പക്ഷേ അങ്ങനെ സാധിച്ചെന്ന് വരില്ല. അത്തരത്തിൽ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഈ ഡിഫൻസീവ് അപ്രോച്ച് ഉപയോഗിച്ചിട്ട് കളിക്കുന്നുണ്ട്. റയലിൽ പക്ഷേ അതായിരിക്കുമോ സ്ഥിതി എന്നാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഈ റയൽ നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഇപ്പം റയലിൻ്റെ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിലും റയലിൻ്റെ ഫോർവേഡ്സ് നോക്കുകയാണെങ്കിലും ലോകത്തെ ഏറ്റവും മികച്ച നിരയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് വിങ് ബാക്കുകൾ, രണ്ട് മികച്ച വേൾഡ് കപ്പിലടക്കം തിളങ്ങിയ രണ്ട് വിങ് ബാക്കുകളെ റയൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ശരിക്കും എന്തായിരിക്കും ഈ ഒരു സീസണിൽ? കാരണം കഴിഞ്ഞ സീസണിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്രസ്സിംഗ് റൂമിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. കിലിയൻ എംബാപ്പയെ പോലെ ഒരു പ്ലെയർ കോച്ച് പറഞ്ഞത് അനുസരിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നു. സാബി അലൻസോയുടെ സിറ്റുവേഷനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ശരിക്ക് ഒരു അച്ചടക്കം ഉള്ള നിരയാക്കി റയലിനെ മാറ്റുക എന്നതായിരിക്കുമോ, അല്ലെങ്കിൽ ബാഴ്സ നമ്മൾ നോക്കിയാൽ അറിയാം റയലിനെ പോലത്തെ ഒരു ടീമിന് ചാമ്പ്യൻസ് ലീഗ് ഇല്ലാതെ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അവരിറങ്ങുന്നത് തന്നെ ഇപ്പോൾ നമ്മൾ റയലായിട്ട് എന്ത് ഡിസ്കഷൻ എത്തുകയാണെങ്കിൽ അവരവരുടെ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളുടെ പെരുമയാണ് പറയാറ്. അപ്പം കഴിഞ്ഞ 2 സീസൺ നോക്കുകയാണെങ്കിൽ അവർക്ക് ചാമ്പ്യൻസ് ലീഗിനും വേണ്ട നേട്ടങ്ങളും ഇല്ല. അപ്പം എന്തായിരിക്കും ശരിക്ക് ഒരു പ്രൈം ടാർഗറ്റ് മൊറീനിയോയുടേത് എന്തായിരിക്കും? ടീമിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഏതൊരു കോച്ചിനെ സംബന്ധിച്ചും വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. കാരണം ഇത് റയൽ മാത്രമല്ല, ഏത് ടീമായാലും ടീമിൽ ഒരു അച്ചടക്കം ഇല്ലെങ്കിൽ, ടീമിലെ കളിക്കാരങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഡ്രസ്സിംഗ് റൂം ഇഷ്യൂകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ടീമിനെ മൊത്തത്തിൽ അത് ബാധിക്കും. അത് കളിക്കളത്തിലെ പ്രകടനത്തെയോ അത് ബാധിക്കും. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, മൊറീനിയോ ആദ്യം തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമായിരിക്കും നടത്തുക. മൊറീനിയോ പരിശീലനം എത്തുമ്പോൾ ഒരിക്കലും ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് താരങ്ങൾ മൈതാനത്ത് ഇറങ്ങി കളിക്കില്ലെന്ന് നമുക്ക് ഉറപ്പാകും. കാരണം അത് കാലാകാലങ്ങളായിട്ട് മൗറിനിയോ ചെയ്തു വരുന്ന ഒരു രീതിയാണ്. താരങ്ങളുമായിട്ടൊക്കെ പ്രശ്നങ്ങളുള്ള സമയത്ത് ക്ലബ്ബ് വിട്ടു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു റയലെത്തുന്നത്. റയലിൽ ആദ്യം റയലിന് കിരീടം നേട്ടിക്കൊടുത്തിട്ട് പിന്നീട് റയലിൽ നിന്ന് പടിയിറങ്ങുന്നത് എങ്ങനെയാണ്? അതായത് എല്ലാവരുടെയും ആദരവേറ്റ് വാങ്ങിക്കൊണ്ടല്ല മൗറിനിയോ പടിയിറങ്ങുന്നത്. കസീസുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. കസീസിനെ പുറത്തിരുത്തിയൊക്കെയായിരുന്നു അന്ന് പ്രശ്നം. അങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രൈം ടൈം എന്ന് പറയുന്നത് മൊറീനിയോ റയലിലെ കോച്ചായിരിക്കുന്ന സമയത്താണ്. പക്ഷെ എന്നിട്ട് അവസാനം ക്രിസ്ത്യാനോ ആയിട്ടും സെർജിയോ റാമോസ് ആയിട്ടും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മൊറീനിയോക്ക്. ബന്ധം വഷളാകുന്നുണ്ട്. ക്രിസ്ത്യാനായിട്ടൊക്കെ ബന്ധം വഷളായതിനു ശേഷമാണ് റയലിൽ നിന്ന് പടിയിറങ്ങുന്നത്. അങ്ങനെ കളിക്കാരോട് ഒരു ദാക്ഷിണ്യം ഇല്ലാതെ തുറന്നു പറയുകയും തൻ്റെ ഒരു പദ്ധതിക്കനുസരിച്ചിട്ട് നേരത്തെ പലതവണ മൊറീനിയോ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു സൂപ്പർ താരനിരക്ക് പിറകെ ഒരിക്കലും മൊറീനിയോ സഞ്ചരിച്ചിട്ടില്ല. പക്ഷേ സൂപ്പർ താരനിര ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കളിക്കളത്തിൽ അവരുടെ പൊട്ടൻഷ്യൽ പൂർണ്ണമായിട്ട് മൊറീനിയോ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സൂപ്പർ താരനിരക്ക് പിറകെ ഒരിക്കലും മൊറീനിയോ പോയിട്ടില്ല. ക്ലബ്ബാണ് വലുത്. എപ്പോഴും മൊറീനിയോയുടെ അത് അങ്ങനെയാണ്. ക്ലബ്ബാണ് മൊറീനിയോ ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ക്ലബ്ബിലെ കീഴിൽ കളിക്കുന്ന താരങ്ങളാണ്. ആ താരങ്ങളുടെ അച്ചടക്കം നേരത്തെ എംബാപ്പയും വിനീഷ്യസ് ജൂനിയറായിട്ടുള്ള തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു അലോൺസോക്കും മറ്റേ അർബിയോളൊക്കൊന്നും അത്ര രീതിയിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ അത് രൂക്ഷമായി വരുമ്പോൾ അത് പരിഹരിച്ച് നിർത്തേണ്ടതുണ്ട്. അതിന് മൊറീനിയോക്ക് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. മൊറീനിയോ അത്തരത്തിൽ താരങ്ങളോട് മാത്രമല്ല മാനേജ്മെന്റിനോടൊക്കെ തർക്കിക്കാൻ ഒരു മടിയില്ലാത്ത ആളാണ്. ആ പ്രശ്നങ്ങൾ പറഞ്ഞ് മൊറീനിയോക്ക് അനുസരിച്ചുള്ള ഒരു ടീം സെറ്റ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോകകപ്പിൽ കളിച്ച മിന്നും താരങ്ങൾ ഒട്ടേറെയുണ്ട്. എംബാപ്പെ ഉണ്ട്, വിനീഷ്യസ് ജൂനിയർ ഉണ്ട്, ജൂഡ് ബെല്ലിംഗാം ഉണ്ട്. അങ്ങനെ ഒരു മികച്ച സംഘം റയലിലുണ്ട്. പക്ഷെ അത് ആ ടീമിലെ പ്രശ്നങ്ങൾ വരുമ്പം കളിക്കളത്തിലും അത് പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ഒഴിവാക്കാൻ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുമായിരിക്കും. മൊറീനിയോ വന്നത് നമുക്ക് ഓർമ്മയുണ്ട്. ടിക്കി ടാക്കയുടെ ഒരു പ്രതാപകാലത്താണ് മൊറീനിയോ റയലിലേക്ക് എത്തുന്നത്. ഒരു രക്ഷയുമില്ല. ഒരു ടീമിനും ബാഴ്സക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥക്ക് അന്ന് ഉണ്ടായിട്ടുണ്ട്. മെസ്സി അടങ്ങുന്ന സംഘം, ഇനിയസ്റ്റ, സാവി എന്നൊക്കെ പ്രൈമായിരുന്നു. ബാഴ്സ പ്രൈമായിരുന്നു അന്ന്. സ്പെയിനിൻ്റെ സുവർണ്ണകാലം കൂടിയായിരുന്നു ആ ഘട്ടം. ആ ഘട്ടത്തിലാണ് ഒരു രക്ഷയില്ലാതെ എതിരാളികൾ വട്ടം കറങ്ങുന്ന സമയത്താണ് മൊറീനിയോ റയലിലേക്ക് വരുന്നത്. അതിനുശേഷമാണ് ആ അപ്രമാദിത്യമൊക്കെ അവസാനിപ്പിച്ചുകൊണ്ടാണ് മൊറീനിയോ യഥാർത്ഥത്തിൽ
ബാഴ്സയെ അരിഞ്ഞു വീഴ്ത്തിയാണ് മൊറീന്യോ അന്ന് റയലിന് കിരീടം നേടിക്കൊടുക്കുന്നത്. 100 പോയിന്റ് ഓളം നേടിയിട്ടാണ് റയലിൽ നിന്ന് കിരീടം. അത് ഓർക്കണം. ആ പ്രൈം കാലഘട്ടത്തിൽ പോലും 100 പോയിന്റ് നേടുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആ താരങ്ങളുടെ ഒരു പൊട്ടൻഷ്യൽ പരമാവധി യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് മൊറീന്യോ എല്ലാ കാലത്തും മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ഇക്കുറി നമുക്ക് പ്രതീക്ഷിക്കാനാണ് തോന്നുന്നത്. ഇനിയിപ്പം ബാഴ്സയിലേക്ക് വന്നത്, ബാഴ്സയും കിരീടങ്ങൾ നല്ലോണം ശ്രമിക്കുന്നുണ്ട്. കിരീടം നിലനിർത്തേണ്ട ഒരു ബാധ്യത കൂടി ബാഴ്സലോണയ്ക്ക് വരുന്നുണ്ട്. എങ്ങനെയായിരിക്കും ബാഴ്സലോണയുടെ ഒരു പ്രകടനം അടുത്ത സീസണിൽ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാൻസി ഫ്ലിക്ക് നന്നായിട്ട് ടീമിനെ കൊണ്ടുപോകുന്നുണ്ട്. ഈ ലോകകപ്പിൽ തന്നെ യമാൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ആന്റണി ഗോർഡനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ബാഴ്സയും റയലും തമ്മിലുള്ളൊരു പോരാട്ടം എൽ ക്ലാസിക്കോ എങ്ങനെയായിരിക്കും? അതിൽ അടുത്ത സമീപകാലത്തായിട്ട് ഈ എൽ ക്ലാസിക്കോയിലൊക്കെ റയലിന് അത്ര നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കില്ല. പക്ഷേ മൊറീന്യോ വന്നിട്ട് മൊറീന്യോ ഇരിക്കുന്ന തന്ത്രങ്ങളെ ഒരു പ്രതിരോധിക്കേണ്ട ജോലി കൂടി ഈ ഹാൻസി ഫ്ലിക്കിന് യഥാർത്ഥത്തിൽ വരുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും എന്നാണ് തോന്നുന്നത്? ഇപ്പം ബാഴ്സയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബാഴ്സ ഫാൻസ് ആണെങ്കിലും ഇപ്പോൾ ലോകത്ത് എവിടെയുള്ള ബാഴ്സ ഫാൻസ് വിശ്വസിക്കുന്നത് ഹാൻസി ഫ്ലിക്കിലാണ്. ഫ്ലിക്ക് അതായത് മെസ്സിയുടെ ഒരു കൊഴിഞ്ഞുപോക്കും ഒക്കെ കഴിഞ്ഞിട്ട് ബാഴ്സ അതിൻ്റെ ഒരു ഏറ്റവും മോശം അവസ്ഥയിലേക്ക് ക്ലബ്ബ് പോയ സമയത്ത് അതിൽ നിന്ന് അവരെ കരകയറ്റി കൊണ്ടുവരുന്നത് ഹാൻസി ഫ്ലിക്കാണ്. ഇപ്പം കഴിഞ്ഞ 3 സീസണുകളായിട്ട് നോക്കിയാൽ അറിയാം. നമ്മൾ ലാലിഗ 2 ലാലിഗ കിരീടങ്ങളുണ്ട്, സൂപ്പർ കോപ്പ കിരീടങ്ങളുണ്ട്, കോപ്പ ഡെൽ റേ നേടിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും തെറ്റില്ലാത്ത ആ സ്ക്വാഡ് വെച്ചിട്ട് തെറ്റില്ലാത്ത പ്രകടനങ്ങൾ. പലപ്പോഴും ഈ താരങ്ങളുടെ റെഡ് കാർഡുകളൊക്കെയാണ് പലപ്പോഴും വിഷയമായിട്ടുള്ളത്. ഇപ്പോൾ ഇൻ്റർ ആയിട്ടുള്ള സെമി നമ്മൾ നോക്കിയാൽ അറിയാം. ജയിച്ചു എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് അവസാന നിമിഷം വഴങ്ങിയ ഗോളിലാണ് ബാഴ്സ ആ സെമി തോൽക്കുന്നത്. അപ്പം എന്താ വെച്ചാൽ ഒരു ബിഗ് മാച്ച് പ്ലേയേഴ്സിൻ്റെ ഒരു കുറവ്, അങ്ങനെ എന്താ പറയുക, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ ഒരു കുറവ് ബാഴ്സയ്ക്ക് നേരിടുന്നുണ്ട്. കാരണം ഈ സാമ്പത്തിക പ്രശ്നങ്ങളും ലാലിഗ ആയിട്ടുള്ള ലാലിഗയുടെ റെസ്ട്രിക്ഷനും ഈ ഫിനാൻഷ്യൽ റെസ്ട്രിക്ഷനും ഒക്കെ ബാഴ്സയെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങിയിട്ട് 2-3 സീസണുകളിലായി. അപ്പം ഹാൻസി ഫ്ലിക്കിന് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലാമാസിയാണ്. ലാമാസിയയിലെ യങ് ടാലൻസ് ആണ് ഫ്ലിക്ക് കൊണ്ടുവരുന്നത്. ഫ്ലിക്കല്ല ശരിക്കും കൊണ്ടുവരുന്നത്. സാവി ഹെർണാണ്ടസ് കോച്ചായിരിക്കുന്ന സമയത്താണ് യമാലും കുബാഴ്സിയും ഒക്കെ ഫസ്റ്റ് 11-ലേക്ക് വരുന്നത്. ആ ടീമിനെ അത് എന്താ പറയുക, തൻ്റെ തന്ത്രങ്ങൾക്കനുസരിച്ച് ഇപ്പം ജർമ്മനിയുടെ നാഷണൽ ടീം കോച്ചായിട്ട് പകുതി വഴിയിൽ വെച്ചിട്ടാണ് ഫ്ലിക്കിനെ അവർ പുറത്താക്കുന്നതും ഫ്ലിക്ക് ബാഴ്സയിലേക്ക്. പിന്നെ കുറച്ചു കാലം എവിടെയും ഫ്ലിക്ക് ജോലി ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെയാണ് ബാഴ്സലോണ എടുക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ബാഴ്സ ബ്ലഡ് ഇല്ലാത്ത ഒരു കോച്ചായിരുന്നു, ആദ്യ കോച്ചായിരുന്നു ഫ്ലിക്ക്. പക്ഷേ ഫ്ലിക്ക് വന്നതിന് ശേഷം എന്താ പറയുക, ഫ്ലിക്ക് ഈ ഗോഡിയോള ബാഴ്സയിലേക്ക് വന്ന ഒരു ടൈം പോലെയായിരുന്നു. തുടക്കത്തിൽ ആർക്കും വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം എന്ത് ചെയ്യും എന്ന് ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നു. ആരാധകരടക്കം സംശയിച്ചിരുന്നു എന്ത് ചെയ്യും എന്നുള്ളത്. പക്ഷേ ഫ്ലിക്ക് കാട്ടിക്കൊടുത്തു എന്താണ് പ്ലെയേഴ്സിൻ്റെ പൊട്ടൻഷ്യൽ, തൻ്റെ പ്ലെയേഴ്സിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്. ഫ്ലിക്കിൻ്റെ പരിശീലനവും ഒക്കെ അങ്ങനെയാണ്, സ്ട്രെങ്തനിങ് ആണ്. അതായത് 120 മിനിറ്റും കളിപ്പിക്കാൻ പറ്റുന്ന പ്ലെയേഴ്സിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഫ്ലിക്കിൻ്റെ ഒരു ഇത്. കാരണം അത്രയും ഇൻറ്റൻസീവായ ട്രെയിനിങ് ആണ്. ബാഴ്സയുടെ ട്രെയിനിങ് ക്യാമ്പ് നോക്കിയാലും നമുക്കറിയുന്നതാണ്. അതേ പ്ലെയേഴ്സാണ്. ഇപ്പോൾ കുബാഴ്സി, ഡാനി ഓൾമോ ഒക്കെ എന്താ പറയുക, വേൾഡ് കപ്പിൽ സ്പെയിനായിട്ട് പെർഫോം ചെയ്ത് വന്ന പ്ലെയേഴ്സാണ്. ഇപ്പം എന്താ പറയുക, കരീം അഡിയേമീനെയും ആന്റണി ഗോർഡനെയും ടീമിൽ എത്തിച്ചിട്ടുമുണ്ട്. അപ്പം ബാഴ്സ നേരിടുന്ന ഇപ്പോൾ പല പ്രശ്നങ്ങളും ബാഴ്സയ്ക്കുണ്ട്. ഹൈലൈൻ ഡിഫൻസ് കളിക്കുന്ന ടീമിന് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് ഇല്ലാത്തത്. ഇപ്പോൾ ബാഴ്സയുടെ ഡിഫൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഒക്കെ യങ് പ്ലെയേഴ്സാണ്. ഇപ്പം റൈറ്റ് ബാക്ക് യൂൾസ് കുണ്ടെ, സെൻറ്റർ ബാക്കുകളായിട്ടുള്ള ജെറാർഡ് മാർട്ടിനും പാവു കുബാഴ്സി ആണെങ്കിലും, ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള അലഹാൻഡ്രോ ബാൾഡി ആണെങ്കിലും ഒക്കെ നമുക്കറിയുന്നതാണ്. പിന്നെ ഇഞ്ചുറി ഭയങ്കരമായിട്ട് ബാഴ്സയെ ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണെങ്കിലും, കഴിഞ്ഞ സീസണിൻ്റെ അവസാനത്താണ് യമാലിന് പരിക്കേൽക്കുന്നത്. യമാലിൻ്റെ ആ ഇഞ്ചുറി ശരിക്കും യമാലിനെ വേൾഡ് കപ്പിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ഫുൾ പൊട്ടൻഷ്യൽ ബാഴ്സയിൽ കാണുന്ന ഒരു ഫുൾ പൊട്ടൻഷ്യലുള്ള ലമിൻ യമാലിനെ നമ്മൾ വേൾഡ് കപ്പിൽ കണ്ടിട്ടില്ല. അപ്പം അത്തരം പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഫെറാൻ ടോറസ് PSG പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അത് നിൽക്കുന്നുണ്ട്. പിന്നെ ഫെറാൻ ടോറസിനെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫെറാൻ ടോറസിനെ ഒരു ഫുള്ളി 100% ബാഴ്സ ആരാധകർ പോലും വിശ്വസിക്കുന്നില്ല സെൻറ്റർ ഫോർവേഡായിട്ട്. ഇപ്പം റോബർട്ട് ലെവൻഡോസ്കി ഒഴിച്ചിട്ട് ഒരു സെൻറ്റർ ഫോർവേഡ് പൊസിഷനിലേക്കാണ് ഫെറാൻ ടോറസിനെ കൊണ്ടുവരേണ്ടത്. ഫെറാൻ ടോറസ് ഇപ്പം കഴിഞ്ഞതിന് മുമ്പത്തെ സീസണിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെവൻഡോസ്കിക്ക് പകരം കളത്തിലിറങ്ങിയിട്ട് നിർണായക ഗോളുകളൊക്കെ നേടിയിട്ടുണ്ട്. പക്ഷേ ഒരു 90 മിനിറ്റ് കളിപ്പിക്കാൻ, സ്റ്റാർട്ടിംഗ് ലെവലിൽ കളിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഫെറാൻ ഇപ്പോഴും ഇപ്പം പലപ്പോഴും നമ്മളെ കഴിഞ്ഞ സീസണിൽ ഇപ്പം നമുക്ക് മാർക്കസ് റാഷ്ഫോർഡ് ഉണ്ടായിരുന്നു റൈറ്റ് വിങ്ങിൽ മാറ്റി കളിപ്പിക്കാൻ, ലെഫ്റ്റ് വിങ്ങിൽ മാറ്റി കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം
റാഷ്ഫോർഡിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും പലപ്പോഴും ഗോളി മാത്രം മുന്നിൽ നിൽക്കെ ഫിനിഷ് ചെയ്യാൻ ഗോളിലേക്ക് ഗോൾ വലയിലേക്ക് പന്തെത്തിക്കാൻ പറ്റാത്തത് പല സമയത്തായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ പ്രശ്നം ഫെറാൻ ടോറസിനുണ്ട്. ഈസി ചാൻസസ് പലപ്പോഴും ഇപ്പോൾ സ്പെയിനായിട്ട് ഇപ്പോൾ വേൾഡ് കപ്പിൽ മാത്രമല്ല, വേൾഡ് കപ്പിന് മുമ്പുള്ള ഫ്രണ്ട്ലീസ്, വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഈ എന്താ പറയുക ടാപ്പിൻ പൊസിഷനിൽ പോലും പലപ്പോഴും ഗോൾ നേടാൻ ഫെറാന് സാധിക്കാതിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം 100% വിശ്വസിക്കാൻ പറ്റിയൊരു സ്ട്രൈക്കറാണെന്ന് ബാഴ്സലോണ പോലും ഫെറാനെ വിശ്വസിക്കുന്നില്ല. അപ്പം ഫെറാന് പകരം ആര് വരും എന്നുള്ളതാണ് ബാഴ്സയെ കുഴക്കുന്ന ഏറ്റവും വലിയൊരു ഇത്. കാരണം മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഡിയോങ് ഇഞ്ചേർഡ് ആണ്. പക്ഷെ പെഡ്രിയെ പോലെ ഏറ്റവും മിഡ്ഫീൽഡിലെ ഏറ്റവും മികച്ച ലോകോത്തര താരങ്ങളിൽ ഒരാൾ ഇപ്പോൾ ബാഴ്സയ്ക്ക് മിഡ്ഫീൽഡിലുണ്ട്. ഇപ്പോൾ മിക്കവാറും മാർക്ക് ബെർണലിനായിരിക്കും ഡിയോങ് ഇല്ലെങ്കിൽ പെഡ്രിയുടെ കൂടെ ചാൻസ് കിട്ടുക. ഏറ്റവും നല്ല 2 വിങ്ങേഴ്സ് ഉള്ള ടീം കൂടിയാണ് ബാഴ്സ. ഇപ്പം ലെഫ്റ്റ് വിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് റഫീനിയ ഉണ്ട്, റൈറ്റ് വിങ് ലമിൻ യമാലും. ഇപ്പം കഴിഞ്ഞ സീസണിൽ പറഞ്ഞു കേട്ടിരുന്നു, അത് എത്രത്തോളം സത്യമാണെന്നുള്ളത് അറിയില്ല. റഫീനിയെ സെൻറ്റർ ഫോർവേഡ് ആക്കിയിട്ട് സ്ട്രൈക്കർ റോളിൽ കളിപ്പിക്കാൻ ഫ്ലിക്ക് ആലോചിക്കുന്നുണ്ട് എന്നുള്ളത്. അത് ക്ലബ്ബ് ഇതുവരെ ഔദ്യോഗികമായിട്ട് അത് അനൗൺസ് ചെയ്തിട്ടൊന്നുമില്ല. അതിനെ പറ്റിയിട്ടുള്ള റൂമറുകൾ മാത്രമേ ഉള്ളൂ. എന്താണ് അതിൻ്റെ ഒഫീഷ്യൽ എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ കളിപ്പിക്കുകയാണെങ്കിൽ ആന്റണി ഗോർഡൻ ആ ലെഫ്റ്റ് വിങ് പൊസിഷനിൽ വരും. ആന്റണി ഗോർഡൻ നമുക്കറിയാം ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് കഴിഞ്ഞ സീസണിൽ ഈ വേൾഡ് കപ്പിലൊക്കെ നന്നായിട്ട് കളിച്ചതാണ്. അതായത് എനിക്ക് തോന്നുന്നു അതായിരിക്കും ഒരു ടീമുകൾ നേരിടുന്ന ഒരു പ്രശ്നം. റയലായാലും ബാഴ്സയാലും പൊസിഷൻ ഫോർവേഡ് 3 എങ്ങനെയായിരിക്കും നീക്കുക എന്നുള്ളത് ഒരു പ്രശ്നം. ഇപ്പം നേരത്തെ പറഞ്ഞു മറ്റേ റഫീനിയ സെൻട്രൽ ഫോർവേഡ് എന്ന രീതിയിൽ. പക്ഷെ അതൊക്കെ എത്രത്തോളം ആയിരിക്കും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം നേരത്തെ സുവാരസ് ഉണ്ടായിരുന്നു, അത്ര അതിനുശേഷം അതുപോലൊരു സ്ട്രൈക്കറിന്റെ ഒരു അഭാവം. ലെവൻഡോസ്കി നമ്മൾ പറയുമെങ്കിലും ആ ഒരു പീക്ക് ഫോമിലായിരുന്നില്ല, ബയേണിലായിരുന്നു. ലെവൻഡോസ്കിന്റെ ഒരു കരിയർ എൻഡിലാണ് ബാഴ്സയിലേക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പീക്ക് ഒരു യങ് താരത്തെ കൊണ്ടുവരുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു ബാഴ്സക്ക് കൂടുതൽ. കാരണം ഇനി ഒരു ലോങ് ടേം ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു താരത്തെയായിരിക്കും ബാഴ്സ നോട്ടമിടുന്നുണ്ടാവുക. കാരണം എല്ലാ ടീമുകളും നേരിടുന്ന ഒരു പ്രശ്നം ഒരു സ്ട്രൈക്കറിന്റെ ഒരു അഭാവം മെയിനായിട്ട് എല്ലാ ടീമുകളും നേരിടുന്നുണ്ട്. ഈ നമ്മൾ റയൽ സൂചിപ്പിച്ചു, റയൽ ആ കണക്കിന് നേരത്തെ മുൻകൂട്ടി കണ്ടതുകൊണ്ട് എംബാപ്പയെ ടീമിലെത്തിച്ചു. ഇനിയിപ്പം തുടർന്നുള്ള കാലം എംബാപ്പയെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിൽ ഒരു സംശയമില്ല. ബാഴ്സയുടെ കാര്യം നോക്കുകയാണെങ്കിലും ഹൂലിയൻ അൽവാരസിന് ബാഴ്സ കുറെ കാലമായി ടീമിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു. പക്ഷേ അതായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിട്ടും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ആ സൈനിങ് വരുമോ എന്താന്നുള്ളത് ഇതുവരെ അറിവായിട്ടില്ല. കാരണം ഈ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇപ്പോൾ നമ്മൾ സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അൽവാരസിന് ശരിക്കും ബാഴ്സയിലേക്ക് വരാൻ താല്പര്യമുണ്ട്. പക്ഷേ അത്ലറ്റിക്കോ ആയിട്ടുള്ള ഇപ്പോൾ റിലീസ് ക്ലോസ്, അൽവാരസിനെ പോലത്തെ ഒരു താരത്തിൽ റിലീസ് ക്ലോസ് നമുക്കറിയാം എന്തായിരിക്കും എന്നുള്ളത്. അതുപോലത്തെ റിലീസ് ക്ലോസ് കൊടുത്തിട്ട് അത്ലറ്റിക്കോന്ന് അൽവാരസിനെ എത്തിക്കാൻ ഇപ്പോഴത്തെ ബാഴ്സയുടെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുമോ എന്നുള്ള അറിയില്ല. അപ്പം അതുകൊണ്ട് മറ്റ് താരങ്ങളെ ഇപ്പം എന്താ പറയുക ഇറ്റാലിയൻ ലീഗിലെ 1-2 താരങ്ങളെ ബാഴ്സ നോക്കുന്നുണ്ട് എന്നുള്ള ഒരു റൂമറുകളും ഉണ്ട്. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡ് ഇടഞ്ഞിട്ട് തന്നെ അത് കൊടുക്കുന്നില്ല. അതൊരു സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു യുദ്ധം സമാനമായിട്ടായിരുന്നു ഈ അൽവാരസിനെ ചൊല്ലിയിട്ട് ബാഴ്സയും അത്ലറ്റിക്കോ മാഡ്രിഡ് ഉണ്ടായിരുന്നത്. അപ്പം അൽവാരസ് വരാനുള്ള സാധ്യത കുറവാണ്, വരും തോന്നില്ല. പക്ഷേ അൽവാരസ് വന്നില്ലെങ്കിലും അവർ മികച്ച രീതിയിൽ ഒരു സ്ട്രൈക്കറുടെ ഒരു അഭാവം അവിടെ നേരിട്ട് നിൽക്കുമെങ്കിൽ പോലും മിഡ്ഫീൽഡൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു പരമാവധി ഫ്ലിക്ക് അതിനെ കൊണ്ടുപോകുന്നതാണ് തോന്നുന്നത്. പക്ഷേ ഒരു ലീഗ് ഘട്ടത്തിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഇപ്പം മൗറിഞ്ഞോ ഉണ്ടാകുന്നൊരു സമയത്തേക്ക് അതിനെ പ്രതിരോധിക്കാൻ എത്രത്തോളം സാധിക്കും എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം നേരത്തെ റഫീന പരിക്കായിട്ട് പുറത്തായിരുന്നെങ്കിലും ഇനിയിപ്പം ബാഴ്സക്ക് തിരിച്ചു വരുമായിരിക്കും. പക്ഷേ ആ പൊസിഷനിങ് വലിയൊരു കാര്യമാണ്. കാരണം ഇപ്പം വിനീഷ്യസ് ജൂനിയർ ലെഫ്റ്റ് ബാക്കിൽ നല്ല ലെഫ്റ്റ് വിങ്ങിൽ വളരെ മനോഹരമായിട്ട് വിനീഷ്യസ് ജൂനിയർ റയലിന് വേണ്ടി കളിക്കുന്നുണ്ട്. എംബാപ്പെ സ്ട്രൈക്കറായിട്ടായിരിക്കും മിക്കവാറും കളിക്കുന്ന സംശയമില്ല. പക്ഷേ ഇപ്പം ബാഴ്സയിൽ നോക്കുകയാണെങ്കിൽ ഗോർഡനെ ലെഫ്റ്റ് വിങ്ങായിട്ട് കൊണ്ടുവന്നതോടുകൂടി ഇപ്പം റൈറ്റ് വിങ്ങിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ലാമിൻ യമാലും ഉണ്ടാവും, റഫീനിയും ഉണ്ടാവും. അപ്പോൾ ആ 2 താരങ്ങൾ ഒരേ പൊസിഷനിൽ കളിക്കുമ്പോൾ അത് ഒരു മാറ്റി പരീക്ഷണത്തിനായിരിക്കും മിക്കവാറും മുതിരുന്നുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് എത്രത്തോളം ഫലിക്കും എന്നൊരു ചോദ്യമുണ്ട്. കാരണം സ്ട്രൈക്കർ വിങ്ങർ കളിക്കുന്ന ഒരാളെ കൊണ്ട് സ്ട്രൈക്കിംഗ് റോഡിലേക്ക് കൊണ്ടുവന്നാലുള്ള അവസ്ഥ എന്താണ് എന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാം. കളിക്കുന്ന എല്ലാവർക്കും അറിയാം. അത് അങ്ങനെ ഒരു പ്രോപ്പറായിട്ട് ആ സ്ട്രൈക്കിംഗ് റോളിൽ ഗോൾ അടിക്കാനൊക്കെ കഴിയണമെന്നില്ല. അങ്ങനെ പറ്റുന്നൊരു താരവും അല്ല റഫീനെ, നമ്മൾ മുൻകാലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് പൊസിഷനിങ് വലിയൊരു ടീമുകളെ അലട്ടുന്നൊരു ചോദ്യമായിരിക്കും. പിന്നെ ഇപ്പുറം പറഞ്ഞ പോലെ തന്നെ മൗറിനോ എങ്ങനെയായിരിക്കും ടീമിനെ ഒരുക്കുക എന്നുള്ളതൊരു വലിയൊരു ചോദ്യമാണ്. എംബാപ്പയും വിനീഷ്യസും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ മാറ്റിക്കൊണ്ട് ചൗമനിയും വാൽവർദയും തമ്മിലുള്ള ഇഷ്യൂസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സിംഗ് റൂമിലെ
പ്രശ്നം ആദ്യം തീർക്കുക. അതിനൊരു ടീമിന് കാരണം ഇപ്പം ഈ ഗലാറ്റിക്കോസ് നമ്മൾ എപ്പോൾ നോക്കിയാലും ഇത്തരം ഒരു അതായത് പ്രധാന താരങ്ങൾ എല്ലാ ക്ലബ്ബുകളിലെയും അവരുടെ രാജ്യങ്ങളിലെയും വമ്പൻ താരങ്ങളെ റയലിലെത്തുന്ന സമയത്തൊക്കെ ഈ ഈഗോ ക്ലാഷ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അത് നമ്മൾ മുൻകാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ കാണാൻ കഴിയുന്നൊരു കാര്യമായിരുന്നു. അപ്പം അത് എങ്ങനെ മൊറീഞ്ഞോ ടാക്കിൾ ചെയ്യും എന്നുള്ളതനുസരിച്ചിരിക്കും റയലിൻ്റെ ഒരു പെർഫോമൻസ്. പെർഫോമൻസ്. മൗറിഞ്ഞോ ഈ കളിക്കാരുടെ ഇഷ്യൂ മാത്രമല്ല, മാനേജ്മെന്റ് താരങ്ങളോട് മാധ്യമപ്രവർത്തകരോടൊക്കെ അതെ. നന്നായി കയർക്കുന്ന ഒരു താരമാണ്. അത് അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ എപ്പോഴും ഉറച്ചു നിൽക്കും. കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു മടിയില്ലാത്ത ഒരാളാണ് മൗറിഞ്ഞോ. ഞാൻ ഓർക്കുന്നു മൗറിഞ്ഞോ കഴിഞ്ഞ പ്രീമിയർ ലീഗിലാണെന്ന് തോന്നുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കോച്ചായിരിക്കുന്ന സമയത്ത് ഒരു വലിയ തോൽവിയുണ്ടായി. ടോട്ടനത്തിനെതിരെ തോൽവിയുണ്ടായി. ആകെ പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ മൗറിഞ്ഞോ ഒരു ദാക്ഷിണ്യമില്ലാതെ മൗറിഞ്ഞോ പറയുന്നുണ്ട്, എനിക്ക് 3 പ്രീമിയർ ലീഗ് കിരീടങ്ങളുണ്ട്. പ്രീമിയർ ലീഗിലെ ബാക്കി 19 മാനേജറെ കൂട്ടിയെടുത്താലും 2 കിരീടങ്ങൾ മാത്രമേ ഉള്ളൂ. റെസ്പെക്ട്, റെസ്പെക്ട്, റെസ്പെക്ട് എന്ന് മൗറിഞ്ഞോ മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ട്. അത്തരത്തിൽ തൻ്റെ നേട്ടങ്ങളും ഈ വരുന്ന സമയത്ത് മൗറിഞ്ഞോ പറയുന്നുണ്ട്. അതായത് ഞാൻ ശരാശരിക്കാരനല്ല, ഞാൻ യൂറോപ്യൻ ചാമ്പ്യനാണ്. പോർട്ടോനെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് അടിച്ചതിന് ശേഷം ചെൽസിയിലെത്തുമ്പോൾ മൗറിഞ്ഞോ പറയുന്ന വാചകങ്ങളാണ്, ഞാൻ ശരാശരിക്കാരനല്ല, യൂറോപ്യൻ ചാമ്പ്യനാണ് എന്ന തരത്തിലൊക്കെ. അതായത് തൻ്റെ നേട്ടങ്ങളും തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് എല്ലാ കാലത്തും മൗറിഞ്ഞോ പറഞ്ഞിട്ടുണ്ട്. അത് മൗറിഞ്ഞൊരു ഗുണമായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താം. വേണമെങ്കിൽ അത് അങ്ങനെയാണോ പെരുമാറേണ്ടത് നമുക്ക് ചോദിക്കാമെങ്കിലും മൗറിഞ്ഞോ നമ്മൾ കണ്ടുവന്ന മൗറിഞ്ഞോ അങ്ങനെയാണ്. അത് റയലില എന്ന് വേണ്ട, യൂറോപ്പിലെ നമുക്കറിയാം എത്ര ക്ലബ്ബുകളിൽ മൗറിഞ്ഞോ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഇന്റർ മിലാനിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട്, റയലിലുണ്ട്. ഇനി മൗറിഞ്ഞോ പരിശീലിപ്പിക്കാത്ത ക്ലബ്ബുകൾ വളരെ ചുരുക്കമാണ്. സൂപ്പർ ക്ലബ്ബുകൾ ഒട്ടുമിക്ക എല്ലാ ക്ലബ്ബുകളും മൗറിഞ്ഞോ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ മൗറിഞ്ഞോ ടീമായാലും ടീം ഫോർമേഷൻ എല്ലാം അതിൽ കൂടുതൽ കൈകടത്തുമ്പോൾ, മാനേജ്മെന്റ് ഒക്കെ കൂടുതൽ കൈകടത്തുമ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ മൗറിഞ്ഞോയെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. മൗറിഞ്ഞോ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് മൗറിഞ്ഞോ ക്ലബ്ബിൽ തുടരാനുള്ള ഒരു സാധ്യതയുമില്ല. മൗറിഞ്ഞോക്കുള്ള വേറെ ഉള്ളൊരു ഒരു നേരിടാൻ പോകുന്ന ഒരു പ്രതിസന്ധി, ടീമിന് ക്ലബ്ബ് കിരീടങ്ങൾ നേടിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു ഭീഷണിയായിരിക്കും. കാരണം 2 സീസണുകളായിട്ട് കിരീടങ്ങൾ നേടാൻ കഴിയുന്നില്ല. ഇനിയും ഈ സീസൺ കൂടി ക്ലബ്ബ് ഇനി ഒരു കിരീടം നേടിക്കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പെരസ് എത്രത്തോളം അതിന് നിലനിർത്തുന്നുള്ള കാര്യം സംശയമാണ്. അത് പ്രീമിയർ ലീഗിലൊക്കെ നമുക്കറിയാം. പ്രീമിയർ ലീഗിലൊക്കെ ഒരു 2 3 കളിയൊക്കെ കഴിഞ്ഞിട്ട് വളരെ പരിതാപകരമായ അവസ്ഥയെങ്കിൽ ടീം മാനേജ്മെന്റുമാർ കൂടുതൽ തുടരാൻ അനുവദിക്കാറില്ല. കാരണം അപ്പോഴന്നെ സാക്ക് ചെയ്യുന്നതാണ് നമ്മൾ എത്രയോ കണ്ടു. സാക്ക് പതിവാണ്, പ്രീമിയർ ലീഗിലൊക്കെ പതിവാണ്. എനിക്കൊന്ന് ലാ ലീഗിൽ അത്ര രൂക്ഷമായിട്ടുള്ള സാക്കിങ് ഉണ്ടാവാറില്ലെങ്കിലും, പക്ഷേ റയലും എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ല സ്ഥിതി. കാരണം ക്ലബിന് കിരീടം നേടിക്കൊടുക്കേണ്ട ഒരു മറ്റ് സീസണുകളെ അപേക്ഷിച്ചിട്ടുള്ള ഒരു അധിക ബാധ്യത മൊറീഞ്ഞോക്ക് മുന്നിൽ വരുന്നുണ്ട്. അത് മൊറീഞ്ഞോ എത്രത്തോളം നടപ്പിലാക്കൂ എന്നതാണ് ചോദ്യം. അതിന് ഇനി കിരീടം നേടിക്കൊടുക്കാനാവുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, മൊറീഞ്ഞോ അവർക്ക് കിരീടം നേടിയ ഒരു സീസണാണ്. അതിൻ്റെ 2ാം വരവാണ് ഇക്കുറി വരുന്നത്. ആദ്യ സീസണിൽ നമ്മൾ ഓർക്കുന്നുണ്ടാവും ഈ ഗാർഡിയോളയുടെ ഒക്കെ ഒരു അപ്രമാദിത്വം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. മെസ്സിയും ഗാർഡിയോളയൊക്കെ യൂറോപ്യൻ ഫുട്ബോളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മൗറിഞ്ഞോ വരുന്നത്. ആ ഗാർഡിയോളയെ വീഴ്ത്തിയിട്ടാണ് മൗറിഞ്ഞോ യൂറോപ്യൻ ഫുട്ബോളിൽ തലയെടുപ്പോടെ നിൽക്കുന്നത്. അതിനുശേഷം മൗറിഞ്ഞോ ബാഴ്സ വിട്ടു. ഈ കാരണത്താണ് സമ്മർദ്ദമാണെന്നൊക്കെ ആരോപണങ്ങളും വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് സത്യാവസ്ഥ എന്തായിരുന്നാലും ആദ്യം ഗാർഡിയോളയെ വീഴ്ത്തി. ഇനി ഒരു 2ാം വരവിൽ ഫ്ലിക്കിനെ വീഴ്ത്തോ എന്നാണ് നമ്മൾ എല്ലാവരും പരിശോധിക്കുന്നത്. അതെങ്ങനെയായിരിക്കും? ഫ്ലിക്കിനെ വീഴ്ത്താനുള്ള സാധ്യത കാണുന്നുണ്ടോ? അപ്പുറത്ത് റയല് മൊറീഞ്ഞോനെ കൊണ്ടുവരുന്നു എന്നുള്ള സമയത്ത് തന്നെ ഇതൊരു 2 ടാക്ടീഷ്യന്മാരായിട്ടുള്ള കോച്ചസ് തമ്മിലുള്ള ഒരു മത്സരം എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും കണക്കിലെടുക്കുന്നത്. കാരണം നമ്മൾ എൽ ക്ലാസിക്കോ എന്ന് പറയാൻ നമ്മൾ ഈ 2 ക്ലബ്ബുകൾ തമ്മിൽ ഏറ്റവും വലിയ ഡർബികളിലൊന്നാണ്, ഏറ്റവും വലിയ ക്ലബ്ബ് വൈരങ്ങളിലൊന്നാണ് റയൽ മാഡ്രിഡും ബാർസലോണയും തമ്മിൽ ഉള്ളത്. അപ്പം ഇവരിൽ ആര് മികച്ചു നിൽക്കും എന്നുള്ള ഇത് എല്ലാ കാലവും ചർച്ചയാണ്. ഇപ്പോൾ ബാഴ്സ എന്താ പറയുക, ബാഴ്സ അതിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും ഒബമയാങ്ങൊക്കെ കളിക്കുന്ന സമയത്ത് പോലും 4-0 റയലിനെ അടിച്ചിട്ടുണ്ട് ബാഴ്സ. അപ്പോൾ ഇവ കഴിഞ്ഞ സീസണിൽ നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ 2 സീസണിൽ നോക്കിക്കഴിഞ്ഞാലും എൽ ക്ലാസിക്കോയിൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ബാഴ്സയ്ക്ക് തന്നെയാണ്. അപ്പം ലെവൻഡോസ്കിയുടെ സമയത്തുള്ള എന്താ പറയുക 5-2 വിക്ടറി, പിന്നെ 4-0 വിക്ടറി, ബെർണബാവുവിൽ തന്നെ ഉള്ള ജയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം 10-13 സീസൺ നോക്കുകയാണെങ്കിൽ ആ സമയത്തും ഏകദേശം ഈക്വലിയാണ്. പക്ഷേ ഈ തോൽവിയുടെ ഒരു ഇൻറ്റൻസിറ്റി കൂടുതൽ റയലിനായിരുന്നു ആ സമയത്ത്. 5-0 ബാഴ്സ റയലിനെ തോൽപ്പിക്കുന്നതൊക്കെ മൊറീഞ്ഞോ ഉള്ള ആ സീസണിലാണ്. പക്ഷേ മൊറീഞ്ഞോയുടെ ഒരു ഗ്രേറ്റ്നസ് എവിടെയായിരുന്നു വെച്ചാൽ, മൊറീഞ്ഞോ മാനേജ് ചെയ്ത ടീമിനെ വെച്ചിട്ടാണ് മൊറീഞ്ഞോ പോയതിനു ശേഷം കാർലോ ആഞ്ചലോട്ടി ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നത്. അതിൻ്റെ ഒരു ബേസ് ആ റയൽ മാഡ്രിഡ് ടീമിന് ഉണ്ടാക്കി കൊടുത്തത് മൊറീഞ്ഞോ ആയിരുന്നു. കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോനെ പോലെ ഏറ്റവും ലോകോത്തര സ്ട്രൈക്കർ ഉള്ള സമയത്താണ്
മൊറീനിയോ കരീം ബെൻസിമേനെ കൂടെ ആ റോളിലേക്ക് കൊണ്ടുവരുന്നത്. ബെൻസിമയ്ക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈക്വൽ ചാൻസസ് കൊടുത്തിട്ട് അതായിരുന്നു ഒരു പിന്നീട് ക്രിസ്ത്യാനോയും മൊറീനിയോയും തമ്മിലുള്ള ബന്ധം വഷളാവാനുള്ള ഒരു കാരണം കൂടെ. പക്ഷേ അത് ക്ലബിന് ഗുണം ചെയ്തു. ക്ലബിന് ഗുണം ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള ക്ലബിൻ്റെ മുന്നോട്ട് പോക്കിന്, ക്രിസ്ത്യാനോ പോയതിനു ശേഷമുള്ള മുന്നോട്ട് പോക്കിന് നിർണായകമായത് കരീം ബെൻസിമയുടെ സ്ട്രൈക്കർ ബെൻസിമയുടെ പ്രകടനമായിരുന്നു. അപ്പം അതാണ് മാൻ മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് അറിയുന്നതും ഓരോ പ്ലേയേഴ്സിനെ എവിടെ കളിപ്പിക്കണം എന്നുള്ളത്. പിന്നെ ഒരു പൊടിക്ക് അപ്പുറത്തേക്ക് അത്യാവശ്യം ഫിസിക്കലായിട്ട് നീങ്ങുന്ന പ്ലേയേഴ്സിനെ നീക്കുന്ന ഒരു കോച്ച് കൂടിയാണ് മൊറീനിയോ. കാരണം എവിടെ അത്യാവശ്യം കൂടിയാണ്. അതെ കാരണം എപ്പോഴും തന്ത്രങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ഫിസിക്കൽ നമ്മൾ ഈ കഴിഞ്ഞ ലോകകപ്പിലൊക്കെ കണ്ടു തന്ത്രങ്ങളൊക്കെ പാടുമ്പോൾ കുറച്ച് ഫിസിക്കലായിട്ട് കളിക്കുക, എതിരാളികളെ മാനസികമായിട്ടൊന്ന് തളർത്തുക, ഒരു മൈതാനത്ത് ഒരു ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നു. മൊറീനിയോ അതിന്റെ ആശാൻ കൂടിയാണ്. പിന്നെ 2 ഫുൾ ബാക്കുകൾ, ഇപ്പം റയൽ 2 ഫുൾ ബാക്കുകൾ ഡംഫ്രീസിനെയും കുക്കറേനെയും കൊണ്ടുപോകുന്നത് മെയിൻ റീസൺ ബാഴ്സയുടെ 2 വിങ്ങർമാർ തന്നെയാണ്, ലമിൻ യമാലും റഫീനിയും ആണ്. പിന്നെ അവിടെ വരാൻ പോകുന്നത് കരീം അഡേമിയും സബായിട്ട് വരാൻ പോകുന്ന ആന്റണി ഗോർഡനുമാണ്. അപ്പം ആ വിങ്ങർമാർ ഇപ്പോൾ ഒരു വിങ്ങർ പോയി കഴിഞ്ഞാൽ അടുത്ത വിങ്ങർ അതിനേക്കാളും സ്പീഡി വിങ്ങറാണ് ബാഴ്സയ്ക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അവരെ പിടിച്ചു നിർത്താൻ പറ്റുന്ന, അവരെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന, അവരെ സമ്മർദ്ദത്തിലാക്കാൻ പറ്റുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2 ഫുൾ ബാക്കുകളെ തന്നെയാണ് റയൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ മെയിൻ റീസൺ ഇത് തന്നെയാണ്, ബാഴ്സയെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും മൊറീനിയോയുടെ ഫസ്റ്റ് ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ സീസണുകളിലൊന്നും കിട്ടാതെ ലാലിഗ കിരീടം അടിക്കുക, സൂപ്പർ കോപ്പ കിരീടങ്ങളൊക്കെ, അതായത് മറ്റ് ഡൊമസ്റ്റിക് കിരീടങ്ങളൊക്കെ നേടുക. പിന്നെ പ്രധാനമായും ചാമ്പ്യൻസ് ലീഗിൽ കഴിഞ്ഞ 2-3 സീസണുകളിലായിട്ട് നേരിട്ട് കൊണ്ടിരിക്കുന്ന നിരാശ അകറ്റുക എന്നുള്ളതായിരിക്കും മൊറീനിയോയുടെ അടുത്തൊരു. പക്ഷേ മൊറീനിയോയുടെ ഒരു പ്രശ്നം ഈ കഴിഞ്ഞ അതിനുശേഷം ഈ അടുത്ത സമീപകാലത്ത് കളിപ്പിച്ച ക്ലബ്ബുകളിലൊന്നും അത്ര വലിയ ഒരു മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ മൊറീനിയോക്ക് സാധിച്ചിട്ടില്ല. റോമയിലായാലും ഫെനർബാഷയിലും ഒക്കെ അത്ര ആശ്വാസകരമായ പ്രകടനമായിരുന്നില്ല ടീമുകൾ കാഴ്ചവെച്ചത്. അതായത് പണ്ടത്തെ ഒരു ടാക്ടിക്കൽ മൊറീനിയോനെ നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയുന്നുള്ള ഒരു പ്രശ്നമുണ്ട്. മൊറീനിയോയുടെ കാര്യം എടുക്കുന്ന സമയത്ത് എന്താ പറയുക, മൊറീനിയോയുടെ ഒരു പ്രൈം ടൈം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്, പ്രായമായി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും എന്താ പറയുക, ഒരു ഇത്രയും നല്ലൊരു സ്ക്വാഡിനെ കിട്ടുന്ന സമയത്ത് മൊറീനിയോക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പരിധിയില്ല. കാരണം ലോകത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ അവർക്കുണ്ട്, മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് റയൽ മാഡ്രിഡിൽ കളിക്കുന്നത്. അവരുടെ മിഡ്ഫീൽഡ് ആണെങ്കിലും, ഇപ്പോൾ അവരുടെ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിലും ഇപ്പം കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ജൂഡ് ബെല്ലിങ്ങാമൊക്കെ നല്ല ഫോമിലാണ്. ഇപ്പം വാൽവർദെ ആണെങ്കിൽ ഉറുഗ്വയുടെ പെർഫോമൻസ് മോശമായിരുന്നെങ്കിലും വാൽവർദെ തെറ്റില്ലാത്ത രീതിയിൽ അവിടെ കളിച്ചിട്ടുണ്ട്. ഇപ്പം ചോമേനിയാണ് ഈ ഇഞ്ചുറി ആയിട്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിൽ കുറച്ചൊരു ഇതായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും അത്, മൊറീനിയോക്ക് അതൊക്കെ മാനേജ് ചെയ്യാൻ അറിയുന്ന ഒരു ടാക്ടീഷ്യൻ കൂടിയാണ് മൊറീനിയോ. DM അതായത് റോഡ്രിയെ കൊണ്ടുവന്നത് കൂടുതൽ കരുത്ത് വരും. കാരണം DM നിർണായകമായിട്ട് മൊറീനിയോ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കോച്ചാണ് മൊറീനിയോ. മൊറീനിയോയുടെ കാര്യം എടുക്കുന്ന സമയത്ത് മൊറീനിയോ ആണ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ വെച്ചിട്ട് ലോകത്തെ ഏറ്റവും മികച്ച ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഉണ്ടാക്കുന്നതും. മെക്കലേലെ റോൾ എന്ന് പറഞ്ഞിട്ട്, ഇപ്പം ക്ലോഡ് മെക്കലേലെ വെച്ചിട്ട് മെക്കലേലെ റോൾ എന്ന് പറഞ്ഞിട്ടൊരു റോള്, അങ്ങനത്തെ ഒരു ടേം കോയിൻ ചെയ്യപ്പെടുന്നത് പോലും മൊറീനിയോ 2004 ചെൽസിയിലെത്തിയതിനു ശേഷമാണ്. അപ്പം തന്ത്രങ്ങളുടെ കാര്യത്തിൽ മൊറീനിയോക്ക് ഒരു പഞ്ഞവും ഇല്ലാത്ത ആളാണ് മൊറീനിയോ. DM ഒക്കെ ഈ നമ്മൾ കേട്ട് തുടങ്ങുന്നത് തന്നെ മെക്കലെ കേട്ടുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ആ പൊസിഷൻ എത്ര നമ്മൾ മിഡ്ഫീൽഡർ എന്ന് പറഞ്ഞാൽ അറ്റാക്കിംഗ് ആണ് എന്ന രീതിയിലാണ് നമ്മൾ കാലാകാലമായിട്ട് കേട്ടു വന്നില്ല. അതിന് വ്യത്യസ്തമായിട്ട് DM ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ, അതായത് CBക്ക് പുറമെ DM എന്ന റോള് വളരെ മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും എന്ന് തെളിയിച്ച ഒരാൾ കൂടിയാണ് മൊറീനിയോ. റോഡ്രിയൊക്കെ കിട്ടുകയാണെങ്കിൽ സാധ്യമായിട്ട് അദ്ദേഹം അത് മാനേജ് ചെയ്യുകയും അത് ബാഴ്സക്ക് വലിയൊരു വെല്ലുവിളിയായിരിക്കും. അപ്പം നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് എങ്ങനെയായിരിക്കും ഒരു ബാഴ്സ റയൽ എൽ ക്ലാസിക്കോ എങ്ങനെയായിരിക്കും. മൊറീനിയോയുടെ 2ാം വരവിൽ അദ്ദേഹം അത്ഭുതങ്ങൾ കാണിക്കുമോ? പോർട്ടോയിൽ കാണിച്ച അത്ഭുതം, ഇന്ററിൽ കാണിച്ച അത്ഭുതം, പിന്നീട് റയലിൽ ഗാർഡിയോളയുടെ ഒരു അപ്രമാദിത്വമൊക്കെ തകർത്തെറിഞ്ഞൊരു അത്ഭുതം 2ാം വരവിൽ അദ്ദേഹത്തിന് അത് ആവർത്തിക്കാൻ കഴിയുമെന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതിന് എന്തൊക്കെ തന്ത്രങ്ങളായിരിക്കും മൊറീനിയോ ഒരുക്കുക? ടീമിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അദ്ദേഹം മുന്നോട്ട് പോകുമോ? ടീമിൽ ഇനി എത്ര കാലം അദ്ദേഹം ഇത്തരത്തിൽ റയലിനെ കിരീടം നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത് തന്നെയാണ്, ആ കാത്തിരിപ്പിൽ തന്നെയാണ് ആരാധകരുള്ളത്.